Hello, welcome back to Evercity Mobile Trading. Bardhabai, ഒരുപാട് ദിവസം നമ്മൾ യൂസറുടെ മൊബൈൽ ഇടാത്ത പുതിയ മൊബൈൽ മാത്രം ഓഫർ ഇടുന്നുള്ളൂ. യൂസർ മൊബൈൽ എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഉണ്ട്. യൂസർ മൊബൈൽ നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. നല്ല സാധനം കിട്ടിയാൽ നമ്മൾ വെക്കുകയുള്ളൂ. ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ കഴിഞ്ഞ് കാലിയായി കിടക്കുന്ന സ്ഥലമൊക്കെ ഉള്ള സാധനം, നല്ല സാധനം കയ്യിൽ കുറച്ചുണ്ട്. അതിൻ്റെ മാത്രം വീഡിയോ പെട്ടെന്ന് ഇട്ട് നമുക്ക് പോവാം. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടത് യൂസർ മൊബൈൽ ചെക്ക് ചെയ്യുന്ന ഓപ്ഷനാണ്. ഒരുപാട് ഷോപ്പിൽ ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, വില കുറവ് കാണുന്നുണ്ട് മാർക്കറ്റിൽ. അതുപോലെ US-ൻ്റെ മൊബൈലിൽ ഈ സിം മാത്രം ഉപയോഗിക്കുന്ന ഫോണിൽ സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ അടക്കം. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു കസ്റ്റമറോട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു പൈസയാണ്. ആ പൈസ കൊടുത്തിട്ട് വാങ്ങിയിരിക്കുന്നത് 1ാം നമ്പർ റീഫർബിഷ് മോഡലാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല, അറിയുന്ന കാര്യം മാത്രം പെട്ടെന്ന് പറഞ്ഞുതരാം. റീഫർബിഷ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ US-ൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ആദ്യം മുന്നോട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഇത് നോക്കിക്കോ, ഇത് സെറ്റിംഗ്സ് ആണ്. നമുക്ക് സെറ്റിംഗ്സിൽ തന്നെ പോവാം. സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ജനറൽ പോവാം. ജനറൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എബോട്ട് കാണാം. എബോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നെയിം iOS കാണാം, മോഡൽ നെയിം കാണാം. അത് കഴിഞ്ഞാൽ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ അല്ല, മോഡൽ നമ്പർ പോവാം. മോഡൽ നമ്പർ പോയാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫസ്റ്റ് അക്ഷരം ഏതാ നോക്കുക. ഫസ്റ്റ് അക്ഷരം M ആയിരിക്കണം. M ആകുമ്പോൾ ഒറിജിനൽ നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ എന്താണ് മോഡൽ നമ്പർ? M ആണ്. അതുപോലെ തന്നെ വേറെ ഒറിജിനൽ വരുന്നത് N സീരീസ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡലിൽ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തരുന്ന മോഡലാണ് N സീരീസ്. അതും നല്ല ഫോണിനാണ്, ധൈര്യത്തിലെടുക്കുക. N സീരീസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഐറ്റം വരുന്നുണ്ട്, നോൺ ആക്റ്റീവ് വന്നിട്ട്. നോൺ ആക്റ്റീവ് മോഡൽ ഒരുപാട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പല ആൾ വാങ്ങിയ മോഡലാണ്. അതിൻ്റെ ഒക്കെ വരുന്നത് 5, 6, 4 നമ്പേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിന് മുന്നേ ജയിലൊക്കെ വന്നിരുന്നു, അത് വലിയൊരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം റീഫർബിഷ് വരിക F-ലാണ്. ആ F മോഡൽ പരമാവധി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക. F-ൽ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ 1 ഇയർ വാറൻറ്റിലൊക്കെ ആപ്പിൾ തന്നെ റീഫർബിഷ് സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. അതിന് കുറേ ആൾക്ക് വാറൻറ്റി കിട്ടുന്നില്ല, കുറേ ആൾക്ക് വാറൻറ്റി കിട്ടുന്നില്ല, ഇഷ്യൂസ് ഒക്കെ കുറേ പറയുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ കിട്ടൂല, വൈറ്റ് ബോക്സിലാണ് വരുന്നത്. അത് നിങ്ങൾ ആവശ്യമുള്ള ആൾ വാങ്ങിക്കോളൂ, ഞാൻ വാങ്ങണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതല്ല, അതിൽ നല്ലത് യൂസർ വാങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോവാം. നമ്മൾ കാര്യത്തിലേക്ക് പോവാം. ഇത് മോഡൽ നമ്പർ നമ്മൾ പറഞ്ഞു, M സീരീസിൻ്റെ കാര്യം ഒറിജിനൽ ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. രണ്ടാമത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഇത് ഏത് കൺട്രീൻ്റെ ആണ്, എവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയത്. ഇത് UAE-ക്ക് വേണ്ടി ഇറക്കിയാണ്. UAE-ക്ക് വേണ്ടി ഇറക്കുമ്പോൾ AAA എന്ന് പറഞ്ഞിട്ട് വരിക. ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. A എന്ന് കാണുന്നില്ല, AAA. അല്ലെങ്കിൽ ചിലപ്പം AE എന്ന് വരും. ഇത് രണ്ടും വരുന്നത് TDRS സാധനമാണ്. നിങ്ങൾ ധൈര്യത്തിൽ വാങ്ങാം. UAE-ൻ്റെ സാധനമാണെങ്കിൽ ഈ മോഡൽ നമ്പർ വരിക. അതല്ല US ആണെങ്കിൽ എന്താ വരിക? US ആണെങ്കിൽ കാണിച്ചു കൊടുക്കാം സാ. ഇതാ US ആണെങ്കിൽ LLA എന്ന് വരും. നിങ്ങൾക്ക് മോഡൽ നമ്പർ ലാസ്റ്റ് കാണുന്നില്ല, മോഡൽ നമ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് LLA എന്ന് വെച്ചാൽ USA മോഡലാണ്. ഓക്കെ, ഇനി അതല്ല ജപ്പാൻ ആണെങ്കിലോ? കാര്യം എന്നിട്ട് പറയാം, കാര്യങ്ങൾ ആദ്യം ഈ കാര്യം അവതരിപ്പിക്കുക, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഇതാ ജപ്പാൻ ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ കാണില്ല, ജപ്പാൻ J എന്നാണില്ല, ഇത് ജപ്പാൻ്റെ സാധനമാണ്. ഇനി അതല്ല ഹോങ്കോങ്ങിനാണെങ്കിലോ? ഹോങ്കോങ്ങിനാണെങ്കിൽ ഇത് ലാസ്റ്റ് ഇതാ കാണുന്നു, ഹോങ്കോങ്. നിങ്ങൾക്ക് മോഡൽ നമ്പർ ലാസ്റ്റ് കാണാൻ സാധിക്കും Z എന്ന് കാണാൻ സാധിക്കും. ഈ Z എന്ന് കൊടുത്ത് ഈ 4 നമ്പർ കാണുന്നുണ്ട്. ഓക്കെ, ഈ 4 നിങ്ങൾ കണ്ടല്ലോ. ഈ 4 വ്യത്യാസങ്ങളും കാര്യം പറയാം. ഈ സിം എന്ന് വെച്ചാൽ ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയാത്താക്ക് വേണ്ടിയിട്ടാണ്, എല്ലാ കാര്യം ഡീറ്റെയിൽസ് ആയിട്ടാണ് പറയുന്നത്. ഈ സിം എന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ മൊബൈലിലേക്ക് വരുത്തിക്കാം. അതല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം തന്നെ നമുക്ക് ഈ സിം ആക്കണമെന്നുണ്ടെങ്കിൽ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഓരോ മൊബൈലുണ്ട്. അത് നമുക്ക് അടുത്ത് വിടുമ്പോൾ എല്ലാം ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ലോങ് ആയി പോകും. ഈ സിം എന്താണെന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ്. ഇതാണ് ഈ സിം. നമ്മൾ പണ്ടൊക്കെ സിം ഇട്ടാലേ ഒരു മൊബൈൽ വർക്ക് ചെയ്യും. ഇപ്പോൾ സിമ്മിൻ്റെ ആവശ്യമില്ല, സിമ്മില്ലാതെ തന്നെ സ്കാൻ ചെയ്ത്, കാരണം ടെക്നോളജി വളരെയാണ്, അതിന് കണക്കായിട്ട് ടെക്നിക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ കണക്കായിട്ട് ഡെവലപ്പ് ആണ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഈ സിം എന്ന് പറയുന്ന സംഭവം നമുക്ക് USA-ൽ ഇറങ്ങുന്നത് വെറും ഈ സിം മൊബൈൽ മാത്രമാണ്. ഐഫോൺ ഇറക്കുന്നത് അത് USA-ൽ മാത്രമാണ്, US-ക്ക് വേണ്ടി മാത്രം ഇറക്കുന്നത്. അവിടെ നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതിൽ ഈ സിം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. സിമ്മിൻ്റെ സ്ലോട്ട് പോലും കാണാൻ പറ്റില്ല. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ വിഷയം വരുന്നത് നമ്മുടെ 2 ഫിസിക്കൽ സിം ഡയറക്റ്റ് നമുക്ക് ഇടാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് സ്ലോട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ 2 സിം തന്നെ നമുക്ക് ഡയറക്റ്റ് ഇടാൻ സാധിക്കും. ഈ സിം അതിൽ സപ്പോർട്ട് ചെയ്യില്ല, 2 സിം എടുക്കുക. അത് വരുന്നത് US-ൻ്റെ അല്ല, അത് വരുന്നത് നമുക്ക് ഹോങ്കോങ്ങിൻ്റെയും അതുപോലെ തന്നെ ചൈന CH എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ZA കണ്ട് ഹോങ്കോങ് ആണ്, CH എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരും. അതിൻ്റെ 2 കൺട്രിക്ക് മാത്രമാണ് 2 ഫിസിക്കൽ സിം മാത്രം. ഈ സിം അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 2 ഫിസിക്കൽ സിം മാത്രം ഉപയോഗിക്കുന്ന 2 രാജ്യങ്ങളാണ് ഈ സിം ഉപയോഗിക്കുന്നത്, ചൈനയും അതുപോലെ തന്നെ ഹോങ്കോങ്ങും. ഈ രാജ്യത്തേക്ക് വേണ്ടി ഇറക്കുന്ന സാധനത്തിന് നമുക്ക് വരുന്നത്
ഡബിൾ സിം ആണ്. അതുപോലെ US ഒക്കെ വരുന്നത് സിം ഇടാനേ പറ്റൂല, ഈ സിം മാത്രമാണ്. 12 ഈ സിം നമുക്ക് ഇരിക്കാം, പക്ഷേ ഒരേ ടൈമിൽ നമുക്ക് 2 സിം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഇന്ത്യൻ്റെ അതുപോലെ നമ്മൾ മുന്നേ കാണിച്ചുള്ള TR, ജപ്പാൻ, ഇതിലെ ഏത് കൺട്രീൻ്റെ സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഒറ്റ സിം മാത്രമേ നമുക്ക് ഇടാൻ പറ്റൂ. ഡയറക്റ്റ് നമ്മളൊരു സിം ഇടാം, അതിലിടാൻ പറ്റുന്ന ഒരേ ഒരു സിമ്മാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സിം ഇടാനുള്ള ഓപ്ഷൻ, ഈ സിം 1 2 നമുക്ക് ഇടാം. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സിം മാത്രമാണ്, 2 സിമ്മാണ് ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വരുന്നത് ഒരു ഈ സിമ്മും ഒരു ഫിസിക്കൽ സിമ്മും. ഇങ്ങനെയാണ് ആപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് റീഫർബിഷാണ്. റീഫർബിഷ് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരാൾ ഇന്നലെ വന്നിട്ട് എനിക്ക് കൊണ്ടുവന്നത് നല്ല അടിപൊളി സാധനമാണ്, കാണാനും കാര്യമൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് പിടിക്കുമ്പോൾ ഏകദേശം മനസ്സിലായിട്ട് ഇത് റീഫർബിഷാണ്. എന്നാലും പുള്ളിക്ക് ഓപ്പണൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഈ സിം മാത്രം ഇടാൻ പറ്റുന്ന ഒരു ഫോണിൽ 2 സിം ഇടാനുള്ള ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. ഫോണൊക്കെ റീഫർബിഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പനാക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മോഡൽ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം. ഒരുപാട് മാർക്കറ്റിൽ ആപ്പിൾ US-ൻ്റെ എന്ന് പറഞ്ഞിട്ട് US-ൻ്റെ കമ്പനി US-ൻ്റെ ആണല്ലോ, അവിടെ പെട്ടെന്ന് ആരെയും ആ US-ൻ്റെ സാധനം നല്ലതാണെന്ന് വെച്ചിട്ട് വാങ്ങിപ്പോവും. നമ്മൾ കൺട്രിയും കാര്യങ്ങളല്ല, ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാണ്, വെറുതെ ആരും നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്ന സാധനമല്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്. ഇനി രണ്ടാമത് നമ്മൾ സെറ്റിങ്സിൽ തന്നെ പോയാൽ കാണുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മൾ മുന്നേ പറയുകയാണ്, അറിയുന്ന ആൾക്കാർ ഒന്നും കൂടി കണ്ടോളൂ, അല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ സ്പീഡ് ആയിക്കോളൂ. ഓക്കെ, നമ്മൾ ബാക്കി കാര്യം പറയാം. പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് എബോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും പാർട്സ് നമുക്ക് ആപ്പിൾ സ്റ്റോറിൽ പോലെ എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പാർട്സ് ചേഞ്ച് ചെയ്യും. നല്ലത് തന്നെയാണ്, പാർട്സ് ചേഞ്ച് ചെയ്യുന്ന വലിയ വിഷയമൊന്നുമില്ല. ഇനി പാർട്സ് ചേഞ്ച് ചെയ്യുന്ന പേരിൽ ഇതുവരെ ആരും തൂക്കിക്കൊന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പാർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും വിഷയൻ്റെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ചേഞ്ച് ചെയ്തോളൂ, ഒരു വിഷയമില്ല. വാറൻ്റി ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൽ വന്നിട്ട് ആപ്പിൾ ജെന്യൂൻ പാർട്ട് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കാണിക്കും. ആപ്പിൾ ജെന്യൂൻ പാർട്ട് എന്ന് കണ്ടാൽ കുഴപ്പമില്ല, ഒറിജിനൽ ആപ്പിൾ തന്നെ ചെയ്തത്, അത് നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം. അതല്ല ജെന്യൂൻ പാർട്ടിന് അല്ലെ അൺനോൺ പാർട്ട്നർ എന്ന് കറക്റ്റായിട്ടുണ്ടാവും. ആ ഒരു സംഭവം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് എടുക്കാതിരിക്കുക നല്ലത്. കാരണം അത് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ വരണമെങ്കിൽ ഇനി ആപ്പിൾ തന്നെ മാറ്റിയിരിക്കണ ജെന്യൂൻ പാർട്ട് തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ജെന്യൂൻ പാർട്ട് എഴുതാതെ വേറെ എന്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മോഡൽ എടുക്കാതിരിക്കുക. ഓക്കെ. രണ്ടാമത് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ബാറ്ററിയുടെ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സ് വന്നോട്ടെ. ബാറ്ററി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ കൂടി അതും പറയാം. ഏതായാലും ഫുള്ളായിട്ട് പറയണം. ബാറ്ററി നമ്മൾ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണിക്കുന്നത് 89 ആണ്. അതുപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എല്ലാ ഓപ്ഷനും ഉണ്ട്. ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പരമാവധി 85 മുതൽ മേലോട്ടുള്ള ബാറ്ററി വാങ്ങാം. അതല്ല നിങ്ങൾ ഇനി ചെറിയ മോഡൽ, ഇതൊക്കെ 15 Pro ഒക്കെ ആയതുകൊണ്ടാണ് ഇത്ര 85 86 ബാറ്ററി ഉള്ളത്. ഇനി അത് 14ലേക്ക് പോകുമ്പോൾ അതും ചിലപ്പോൾ നിങ്ങൾക്ക് ആ റേഞ്ച് കിട്ടും. ഇനി 13 Proയിൽ കിട്ടുമെങ്കിൽ അത്യാവശ്യം ഒരുപാടൊന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറഞ്ഞതൊക്കെ 85ൻ്റെ മുകളിൽ കിട്ടും. 12 Proയിലൊക്കെ പോയി കഴിഞ്ഞാൽ റെയറായിട്ടേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ 4 വർഷം 5 വർഷമൊക്കെ മൊബൈൽ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈൽ നിങ്ങൾ 1 2 വർഷം ഉപയോഗിക്കുന്ന തന്നെ നിങ്ങളുടെ ബാറ്ററി എത്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് വരാം. ബൂസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. പല ആൾക്കാരും മൊബൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ 90 95 ചിലപ്പോൾ 98 ബാറ്ററി കാണിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ അയച്ചിട്ട്, അത് ഞാൻ ഇത് കൂടെ തന്നെ പറയാം, ഈ ഫോൺ അയച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചിപ്പ് ഇടുന്നുണ്ട്. ആ ചിപ്പ് ചെറിയൊരു സാധനമാണ്. ആ ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ബാറ്ററി 85 90 95 100 മണിക്ക് നിങ്ങൾക്ക് ചെയ്തു തരും. ഒരു കാരണവശാൽ ആ ബാറ്ററി താഴോട്ട് കാണില്ല. ഒരു 2 മാസം കഴിഞ്ഞാലോ 3 മാസം കഴിഞ്ഞാലോ ചിലപ്പോൾ 5 മാസം കഴിഞ്ഞാൽ പോലും അതേ ഷോയിലുണ്ടാവും. ഒരിക്കലും അത് ബാറ്ററി കുറയുന്നതായിട്ട് കാണൂല. അതിന് സംഭവം നിങ്ങൾക്ക് അതിൽ ചിപ്പിട്ടുകൊണ്ടാണ്. പിന്നെ ചിലതൊക്കെ നല്ല ബാറ്ററി ആണെങ്കിൽ ഉപയോഗം കുറവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി കിട്ടും. അത് റയറാണ്. പക്ഷേ ഒരുപാട് ഷോപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് 95 കാണാം, ഒരുപാട് 100 കാണാം, ചിലപ്പോൾ ജസ്റ്റ് ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഇതൊക്കെ തരികിടകളാണ്. ചിലപ്പോൾ നല്ല സാധനം വരുന്നുണ്ട്, എല്ലാവരും ഞാൻ ഒരു ഗണത്തിൽപ്പെടുത്തുന്നില്ല. പക്ഷേ എങ്കിൽ മാർക്കറ്റിൽ ഒട്ടുമിക്ക തരികിടകളും ഉണ്ട്. അത് ശ്രദ്ധിക്കാമെന്ന് മാത്രമാണ്. പക്ഷേ നല്ല ഫോണ് ഒരുപാട് നല്ല രീതിയിൽ വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമുള്ള ഷോപ്പ് എന്ന് വായിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ സ്ഥാപനത്തിന് വാങ്ങാനല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥാപനത്തിനും വാങ്ങാം. ഓക്കെ, കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഈ ഒരു ചിപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്നില്ല, അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാറ്ററി ഇറങ്ങിപ്പോവും. ഇതൊക്കെ ഷോക്ക് ഒരുപാട് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് ബാറ്ററി ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇത് സംഭവം ചിപ്പിട്ട സംഭവമാണ്. അപ്പോൾ ആ ചിപ്പ് എങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഫോൺ അയക്കാതെ ചിപ്പിടാൻ പറ്റൂല. ഓക്കെ, അത് നമ്മൾ ഫിസിക്കൽ സംഭവം പറയുമ്പോൾ ബാക്കി കാര്യം പറയാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് തന്നെ വരാം. സെറ്റിങ്സ് നമ്മൾ ബാറ്ററിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറൊരു സംഭവമാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്, എന്നാലും ഒന്നും കൂടി പറയുക. ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രൂ ടു ഓൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ട്രൂ ടൂണിൽ സിസ്റ്റം വെച്ച് ചെയ്യുക. എന്നാൽ ഒരിക്കൽ കൂടി ഇതൊക്കെ ചെക്ക് ചെയ്യുക, ട്രൂ ടൂൺ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്താണെങ്കിൽ ട്രൂ ടൂൺ വർക്ക് ചെയ്യില്ല. ഇനി അതല്ല ഒരു കുറച്ചൊരു തലയുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ ഇതൊക്കെ സിസ്റ്റം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ തന്നെയാണ്, നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ ഫേസ് സൈഡ് എല്ലാവർക്കും ചെക്ക് ചെയ്യുന്ന അറിയാലോ. ഫേസ് സൈഡ് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് നമ്മൾ മുഖമൊക്കെ കാണിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നോക്കുക. ഫേസ് സൈഡ് നിങ്ങൾക്ക് വേറെ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഫേസ് സൈഡ് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫേസ് ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ഫേസ് സൈഡ് പരമാവധി നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ ഫേസ് സൈഡ് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാരണം ഒരു ഡിസ്പ്ലേ മാറ്റിയാലോ മറ്റൊക്കെ ചേഞ്ച് ചെയ്താൽ ഫേസ് സൈഡിക്ക് പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുന്നുണ്ട്, അതും ചെക്ക് ചെയ്യുക. ഇനി ഒരുപാടുണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി ഫിസിക്കലായിട്ടാണ് മസ്റ്റായിട്ട് നോക്കേണ്ടത്. ഒരു സാധനം അയച്ചോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയാം. ഒരുപാട് നമുക്ക് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാർ പോക്കറ്റിൽ കോയിൻസ് ഇടും, അല്ലെങ്കിൽ പോക്കറ്റിൽ ചാവി ഇടും, എന്നിട്ട് അതിൻ്റെ കൂടെ മൊബൈൽ ഇടും. മൊബൈൽ ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കും. പക്ഷേ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ മൊബൈലും നല്ല വെട്ടി തിളങ്ങുന്നുണ്ടാവും, നല്ല എണ്ണ പൊരിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നതല്ല സംഭവം. നമ്മൾ ഈ ഒരു സംഭവത്തിന് ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ എല്ലാ മൊബൈലിനും ഗ്ലാസ് ഇട്ടുണ്ടാവും. സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു ടെക്നിക്കും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം, ഈ ഒരു ഗ്ലാസ് കുറച്ച് വില കുറഞ്ഞ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ബഫ് ചെയ്യും. ചില ആൾക്കാർ മിഷൻ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ബഫ് ചെയ്തിട്ട് എണ്ണൊക്കെ പരക്കിയിട്ട് നല്ല പുതിയതായിട്ട് കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നാൽ പ്രശ്നം ഈ ഡിസ്പ്ലേൻ്റെ തിക്നെസ് ആണ് കുറയുന്നത്. ഡിസ്പ്ലേ കുറച്ച് തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് നല്ലോണം നമ്മൾ മിഷൻ വെച്ചിട്ട് നമ്മൾ ആശാരിമാർ നമ്മൾ ഇത് മരത്തിന് പോയി പോളിഷ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെയുള്ള പോളിഷാണ്. ആ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേൻ്റെ സൈസ് കുറയാണ്. ഒരു ടച്ചോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ താഴെ വീണാലോ അല്ല ഒന്ന് ടച്ചായി പോയി നമ്മൾ മൊബൈൽ പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ പോയി പോകുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വില കൂടിയ ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് എത്ര എയർ ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കും. പക്ഷേ വില കുറഞ്ഞ ഗ്ലാസ് ഒരു കാരണവശാലും കറക്റ്റായിട്ട് നിൽക്കൂല. കാരണം ഈ ഗ്ലാസ് പറയുന്ന പോലെ കേൾക്കൂല. ആ ഗ്ലാസിൻ്റെ എന്താണ് സ്വഭാവം, ആ സ്വഭാവമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഗ്ലാസ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇടും. രണ്ട് കാര്യമാണ്. ഒന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്ക്രാച്ച് ആവാതിരിക്കാനും, പിന്നെ ഈ ഒരു സംഭവം ബഫ് ചെയ്താണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. പിന്നെ ചിലതൊക്കെ മൊബൈൽ എടുക്കുമ്പോൾ ചെറിയൊരു എണ്ണ വീക്ക് കാണാം. അതായത് നമ്മൾ എണ്ണ വീക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഷയാണ് എണ്ണമയം എന്നല്ല നിങ്ങൾ നാട്ടിൽ പറയാം. ഓക്കെ, എണ്ണമയം എന്ന് പറയും. ആ എണ്ണമയം ചിലപ്പോൾ ഡിസ്പ്ലേ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബഫ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും എണ്ണമയം കണ്ടാലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എയർ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടുന്നില്ലെങ്കിൽ ഇതിൻ്റെ വിഷയം അതാണ്. രണ്ട്. ഇനി മൂന്നാമത് ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ബാറ്ററി ബൂസ്റ്റ് ക്യാമറ ചേഞ്ച് എന്ത് ചെയ്യണമെങ്കിലും ഈ ഫോൺ അയക്കണം ഫിസിക്കലായിട്ട്. ഫോൺ ഇപ്പോൾ ആരും സ്ക്രൂ അയക്കുന്നില്ല. സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്ക്രൂ ഇപ്പോൾ ആരും അയക്കുന്നില്ല. സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനെ കൊണ്ട് സ്ക്രൂ അയക്കാതെ മെല്ലെ ഇതൊക്കെ ഹീറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് അയച്ചിട്ടാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. ചിപ്പൊക്കെ ചെറിയ ചിപ്പിൻ്റെ ഉള്ളിൽ വെച്ചാൽ ബാറ്ററി ഒക്കെ നിങ്ങൾക്ക് എത്രയാണ് ഷോ ചെയ്യേണ്ടത് ആ രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അയക്കണം. അപ്പോൾ അയച്ച് നമ്മളിങ്ങനെ കണ്ടെത്താനുള്ള ഈസി വേണ്ടി ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് വേറെ ഗ്ലാസ് ഇട്ടേ പറ്റുള്ളൂ. ആ ഗ്ലാസ് ഇടുമ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് കിട്ടില്ല. എവിടെയെങ്കിലും നിങ്ങൾ നഖമുണ്ടല്ലോ, ആ നഖം കൊണ്ട് കറക്റ്റായിട്ട് 4 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. കാരണം ഒരേ സെയിമിൽ ഇത് നിൽക്കില്ല. ഇത് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ കറക്റ്റാണ്, ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ഈ 4 സൈഡ് നോക്കിയാൽ ചിലപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും ചെറിയൊരു വിടവ് ഉണ്ടാവും. ഈ വിടവ് വരുന്നതിൻ്റെ കാരണം ഈ സംഭവം ബാക്ക് ചേഞ്ച് ആക്കിയ അല്ലെ ഫ്രണ്ട്, അത് ബാക്കും ആവാം ഫ്രണ്ടും ആവാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത് നമ്മൾ ക്യാമറ ഡോട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആരും നിങ്ങൾക്ക് ക്യാമറ ഡോട്ട് പറഞ്ഞു തരില്ല. ക്യാമറ ഡോട്ട് വലിയ ഇഷ്യൂ ആണോ ചോദിച്ചാൽ വലിയ ഇഷ്യൂ ഒന്നുമല്ല. പക്ഷേ ഒരുപാട് ഡോട്ട് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ തന്നെയാണ്. നമുക്ക് ക്യാമറക്ക് ക്ലിയർ കുറയും. അപ്പോൾ നിങ്ങൾ ക്യാമറ ഡോട്ട് ചെറിയ ഡോട്ടൊക്കെ അതേപോലെ 2-3 ഡോട്ടൊക്കെയാണ് പ്രശ്നമില്ല. അപ്ഡേഷൻ വന്നപ്പോഴാണ് അപ്ഡേഷൻ്റെ പ്രശ്നമല്ല. നമ്മൾ മൊബൈൽ ആ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കും. നമ്മൾ വയസ്സാവുമല്ലോ, അതുപോലെ കാലക്രമേണ മൊബൈൽ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് ഷോ ചെയ്യണം. അപ്ഡേഷൻ വരുമ്പോൾ ഒന്നുകൂടെ ഷോ ചെയ്യാണ്, അല്ലാണ്ട് അപ്ഡേഷൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഏത് മൊബൈൽ, ഇപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ഡോട്ടില്ലാത്ത മൊബൈൽ തന്നാലോ ചിലപ്പോൾ നിങ്ങൾ 3-4 1 വർഷമൊക്കെ കഴിഞ്ഞ് ഉപയോഗിച്ചുകൊടുക്കുമ്പോൾ അതിലും ചിലപ്പോൾ കാണാം. കാരണം ഇത് ഉപയോഗിച്ചുകൊടുക്കുമ്പോൾ കാലക്രമേണ വരുന്നൊരു സംഭവമാണ്. പക്ഷേ അത് ഒരുപാട് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാമറക്ക് ക്ലിയർ കുറയും. അതല്ല നിങ്ങൾക്ക് 1-2 ചെറിയ ഡോട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു വിഷയമല്ല, നിങ്ങൾ ധൈര്യത്തിലെടുത്തോളൂ. അത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒരിക്കൽ കൂടി അത് പറയാം. നമ്മൾ നേരെ ക്യാമറ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്രേറ്റ് തന്നെ പോവാം. പോർട്രേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1x ഉണ്ട്. 1x പോയത് 3x തന്നെ പോയിട്ട് നല്ല വൈറ്റ് പേപ്പർ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കറക്റ്റായിട്ട് ഡോട്ടോ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വൈറ്റ് പേപ്പർ തന്നെ വെക്കണം. എന്നാലേ കാണാൻ സാധിക്കും. 3x തന്നെ പോർട്രേറ്റ് പോയി 3x തന്നെ പോയാലേ ഇത് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് ക്യാമറ ക്ലിയർ ഇല്ല, അതിൻ്റെയൊക്കെ ഓപ്ഷൻ അതാണ്. നിങ്ങൾ ജസ്റ്റ് പോയിട്ട് നിങ്ങളെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നത്. പിന്നെ സെറ്റിങ്സ്
സെറ്റിങ്സിലുണ്ട്. സെറ്റിങ്സ് നമുക്ക് അത് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ്, നമ്മൾ ഇനി മൊബൈലിൻ്റെ വില പറഞ്ഞിട്ടില്ല. അപ്പോൾ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ചസ് ചെയ്താൽ ക്യാമറ ഒക്കെ ക്ലിയർ കിട്ടും. അതിലൊക്കെ വീഡിയോ നമ്മൾ 1 by 1 ആയിട്ട് ഇടും. അപ്പോൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. ഇൻഷാല്ല ടൈമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു തോന്നില്ല, ഏകദേശം വിട്ടുപോയിട്ടുണ്ടോ? ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വിലയിലേക്ക് പോകാം. വില നമുക്ക് ഐഫോൺ 11 Pro 12 Pro 11 Pro ഇപ്പോൾ 4G ആണ്, അതായിരിക്കും വേണമെന്ന് തോന്നുന്നില്ല. 11 Pro ഇപ്പോൾ ആരും വാങ്ങുന്നില്ല, 12 Pro മുതലാണ് വാങ്ങുന്നത്. 12 Pro അടിപൊളി നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. നോൺ ആക്റ്റീവ് വൈറ്റ് പീസ് മാത്രമേ ഉള്ളൂ, അധികം പീസ് ഒന്നുമില്ല. 1 2 3 4 5 പീസ് മാത്രമേ ഉണ്ട്. വൈറ്റിലാണ് ഉള്ളത്. വൈറ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ നോൺ ആക്റ്റീവ് 12 Pro നോൺ ആക്റ്റീവ് 256 GB കൊടുക്കുന്ന 1750 റംസിന് നോൺ ആക്റ്റീവ് കൊടുക്കുകയാണ്. യൂസ്ഡ് ആണെങ്കിൽ 128 നമ്മൾ കഴിഞ്ഞ വീക്കിൽ നല്ല അടിപൊളി ഓഫർ കൊടുത്തിരുന്നു. 45ഓളം പീസ് ഉണ്ടായിരുന്നു, എല്ലാ പീസും തീർന്നു 950 റംസിന് കൊടുത്ത്. ഇപ്രാവശ്യം 128 ഇല്ല, 256 ഇല്ല, 512 GB ഉണ്ട്. 512 GB ഏകദേശം ഓൾമോസ്റ്റ് 86 85 87 ബാറ്ററി ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. നല്ല അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. 512 GB ആണ്. 1350 റംസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. 1350 1400 റംസിന് 512 GB ഐഫോൺ 12 Pro കിട്ടും. ഇനി അതന്നെ നിങ്ങൾ 12 Pro മാക്സിലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളി സാധനം. 12 Pro മാക്സ് ഇതുപോലെ തന്നെ 256 അല്ല 512 GB ബെസ്റ്റ് പ്രൈസ് തരാം. 512 GB കൊടുക്കുന്നത് വെറും 1850 റംസിന്. ഇതൊക്കെ ഡോട്ട് ഇല്ലാത്ത സാധനമാണ്. ഡോട്ട് ഉണ്ടെങ്കിലോ ബാറ്ററി കുറവാണെങ്കിലോ ഇനിയും വില കുറയും. 85ൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ ഇനിയും വില കുറയും. ഡോട്ട് ഉണ്ടെങ്കിൽ അതും വില കുറയും. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല സാധനം. ഇതൊക്കെ കസ്റ്റമർ എക്സ്ചേഞ്ച് ആണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ നല്ല മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. അതെല്ലാം നല്ല മൊബൈലാണ്, നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും. ഒരുപാട് ബ്രാൻഡ് ന്യൂ മൊബൈലാണ്. ഇതൊക്കെ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് യൂസർ മൊബൈൽ കൊണ്ടുത്തരാണ്. ഞങ്ങൾ അവരുടെ അടുത്ത് നല്ല ക്യാഷ് കൊടുത്ത് വാങ്ങാണ്. കാരണം ഞങ്ങൾക്ക് കസ്റ്റമറിന് വേണ്ട നല്ല മൊബൈലാണ്. അവർ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ 50 100 അവർക്ക് വിഷയമല്ല. നല്ല മൊബൈൽ കിട്ടണം. അതുകൊണ്ടാണ് നല്ല മൊബൈലും കാര്യങ്ങളും നല്ല വിലക്ക് കൊടുക്കുന്നത്. ഇനി നേരെ നമുക്ക് 13ലേക്ക് പോവാം. 13ലേക്ക് പോകുകയാണെങ്കിൽ അതുപോലെ 12 Pro 12 mini ഒക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 വേണ്ടാക്കും, വില കുറഞ്ഞ വേണ്ടാക്കൊക്കെ ഉണ്ട്. 12 ഉണ്ട്, 13 ഉണ്ട്. 13 പറയുന്നില്ല, നേരെ 13 Proയിലേക്ക് പോവാം. 13 Proയിലേക്ക് പോകാണെങ്കിൽ ഇപ്പോൾ നോൺ ആക്റ്റീവ് അന്വേഷിക്കുന്ന ആരെങ്കിലും 13 Pro നോൺ ആക്റ്റീവ് 1 2 3 പീസ്, വെറും 3 പീസ് മാത്രമേ ഉള്ളൂ. 4 പീസ് മാത്രമേ ഉള്ളൂ. ആദ്യം വരുന്ന 4 കിട്ടും. ഇതൊക്കെ കുറച്ചേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ നോൺ ആക്റ്റീവ് സാധനങ്ങൾ. നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് മേടിക്കണം. ഇത് ഉപയോഗിക്കാത്ത സാധനം കേട്ടോ. ഫസ്റ്റ് യൂസർ നിങ്ങളായിരിക്കും. ഉപയോഗിക്കാത്ത 13 Pro നോൺ ആക്റ്റീവ് മേടിക്കണം 2500 റംസിന്. 13 Pro 256 GB കിട്ടും. അതല്ല യൂസ്ഡ് വേണ്ടാക്കി ഡോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല വില കുറച്ച് തരും. അതല്ല ബാറ്ററി ഉള്ളതാണെങ്കിൽ വില കുറച്ച് തരും. ഇനി ഡോട്ടും കാര്യങ്ങളും ഇല്ലാതെ നല്ല സാധനമൊക്കെ വേണമെങ്കിൽ ഐഫോൺ 13 Pro 1700 750 റംസിന് നല്ല 256 GB നല്ല എണ്ണ പൊരിച്ചതൊന്നും പറയുന്നില്ല. നല്ല കണൽ പോലത്തെ സാധനം തന്നെ തരാം. അതല്ല നിങ്ങൾക്ക് 512 വേണ്ടാക്കി ഒരു 2000 2050 റംസിന് 512 കിട്ടും. അതൊന്നല്ല നിങ്ങൾക്ക് 30 Pro മാക്സിലേക്കാണെങ്കിൽ 30 Pro മാക്സ് ഡോട്ടൊന്നും ഇല്ലാത്ത നല്ല സാധനം വേണമെങ്കിൽ 2200 ആ റേഞ്ചിൽ നല്ല സാധനം തരാം. ഡോട്ടൊക്കെ ഉള്ളതാണെങ്കിൽ 100 150 ഇനിയും കുറയും. നിങ്ങൾ നല്ല സാധനം മേടിക്കണമെങ്കിൽ ബെസ്റ്റ് റേറ്റ് തരാം 2200. ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഈ റേറ്റിന് കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഡോട്ടുള്ള സാധനങ്ങൾ ഇനിയും വില കുറയും. അതുപോലെ തന്നെ ഇനി ബാറ്ററി കുറവാണെങ്കിൽ അതിനും വില കുറയും. നിങ്ങൾക്ക് ഇതൊക്കെ 85ൻ്റെ മുകളിൽ ബാറ്ററി ഉണ്ടാവും. ഓക്കെ, വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ കടയിൽ തന്നെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് നല്ല വിശ്വാസത്തോടെ ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്ഥാപനം പോയിട്ട് നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ വാങ്ങുമ്പോൾ പൈസ നിങ്ങളെയാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യൽ അത് നിങ്ങളുടെ കടമയാണ്. പറ്റിയിട്ട് പിന്നെ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കൽ നിങ്ങളുടെ കടമയാണ്. ഓക്കെ, ഇനി നേരെ 14 Proയിലേക്ക് പോകണം. 14 Proൻ്റെ നോൺ ആക്റ്റീവ് ഫുള്ള് തീർന്നിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. 14 Pro യൂസ്ഡ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. യൂസ്ഡ് നല്ല റേറ്റ് തരാം. യൂസ്ഡ് 14 Pro 256 GB കൊടുക്കുന്നത് 2250 2200 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. നല്ല 85ൻ്റെ മുകളിൽ ബാറ്ററി ഉണ്ട്. അതെല്ലാം ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി കുറവാണെങ്കിൽ ഇനിയും വില കുറച്ച് തരും. അതന്നെ 512 വേണ്ടാക്കി കൊടുക്കുന്നത് 2400 450 റേഞ്ചിൽ 512 കൊടുക്കുന്നുണ്ട്. ഡോട്ടില്ലാത്ത നല്ല സാധനം 85ൻ്റെ മുകളിൽ ബാറ്ററി, അതും ഡോട്ടുള്ളതും ബാറ്ററി ഒക്കെ കുറഞ്ഞാണെങ്കിൽ അത് വില കുറച്ച് തരും. 40 Pro മാക്സ് 40 Pro മാക്സിലേക്ക് പോവാണ്. 40 Pro മാക്സ് നല്ല അടിപൊളി കണൽ പോലത്തെ സാധനം വന്നിട്ടുണ്ട്. 40 Pro മാക്സ് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നല്ല സാധനം ഡോട്ടില്ലാത്ത സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡോട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് 2400 2450 റംസിനൊക്കെ ഡോട്ടുള്ള സാധനം തരാം. ഡോട്ട് ഇല്ലാത്ത വേണ്ടാക്കി 2500 2600 റംസിൻ്റെ ഉള്ളിൽ നല്ല ഡോട്ടില്ലാത്ത കനൽ പോലത്തെ അടിപൊളി 40 Pro മാക്സ് 85ൻ്റെ മുകളിൽ ബാറ്ററിയുള്ള സാധനം തരും. 2500 2600 റംസിന് നല്ല സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത നല്ല സ്റ്റോക്ക് തരും. അതന്നെ 512 വേണ്ടാക്കി 2700 2750 റംസിന് നല്ല 512 GB തരാം. അതൊന്നല്ല നിങ്ങൾക്ക് 15 Pro ആണ് മേടിക്കുന്നത്. 15 Proയിൽ അടിപൊളി സ്റ്റോക്ക് ഉണ്ട്. 15 Pro യൂസറൊക്കെയാണ് 128 GB നിങ്ങൾക്ക് 2800 തരാം.
ഡോട്ടില്ലാതെ ഡോട്ടില്ലാണെങ്കിൽ 2600 650 ദിർഹംസൊക്കെ ഡോട്ടില്ല തരാം. അതെന്നല്ല 256 GB ഉണ്ടെങ്കിൽ 2950 3000 ദിർഹംസിൻ്റെ റേറ്റിൽ 256 GB തരാം. 512 വേണ്ടാക്കി 3100 3200 ദിർഹംസിൻ്റെ ഉള്ളിലേക്ക് 512 തരാം. അതല്ല നോൺ ആക്റ്റീവ് വേണ്ടാക്കി അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് കൊടുക്കുന്ന iPhone 15 Pro നോൺ ആക്റ്റീവ് കൊടുക്കുന്നത് 3150 ദിർഹംസിന് നോൺ ആക്റ്റീവ് iPhone 15 Pro കൊടുക്കുന്നുണ്ട്. ഇതൊന്നല്ല നിങ്ങൾക്ക് 15 Pro Max ആണ് വേണ്ടിക്കുന്നത്. 15 Pro Max നല്ല അടിപൊളി യൂസ്ഡ് വന്ന് കിടക്കുന്നുണ്ട്. യൂസ്ഡ് നിങ്ങൾക്ക് 256 GB ഡോട്ടൊന്നും ഇല്ലാത്ത കൊടുക്കുന്നത് 3200 3300 ദിർഹംസിൻ്റെ ഉള്ളിൽ നല്ല ഡോട്ടൊന്നും ഇല്ലാത്ത ക്ലിയർ പീസ് കിട്ടും. അതല്ല നിങ്ങൾക്ക് 512 വേണ്ടിക്കണം 3500 3550 ദിർഹംസിന് 512 കിട്ടും. അതൊന്നും അല്ലെങ്കിൽ നോൺ ആക്റ്റീവ് വേണ്ടിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധനം സ്റ്റോക്കില്ല. നെക്സ്റ്റ് വരുന്നത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ മോഡലൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നല്ല സാധനം മാത്രം ഞാൻ വില കുറവ് എന്നാണ് ഞാൻ ഒരിക്കലും വീഡിയോ ഇടില്ല. ഉള്ള സാധനത്തിന് നല്ല മോഡലും നല്ല വിലക്കും സാധനം കിട്ടും. പിന്നെ മാർക്കറ്റിലുള്ള പോലെ തന്നെ ഏറ്റവും വമ്പിച്ച വില കുറവ് എൻ്റെ അടുത്താണ്, വില കുറവാണ്. അതൊക്കെ ഞാൻ ന്യൂലിടും. ന്യൂലിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റ് ഞാൻ കൊടുക്കും. കാരണം ഞാൻ അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ ചെയ്യാം. പക്ഷേ യൂസ്ഡ് ആകുമ്പോൾ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുന്ന സാധനമൊന്നുമല്ല. കസ്റ്റമർ കൊണ്ടുവന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നല്ല സാധനം തന്നെ നോക്കിയെടുക്കണം. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും. നല്ലത് നല്ല വിലക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് സാധനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സംശയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണ് സംശയം അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ചാനൽ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ചാനൽ ഫോളോ ചെയ്യുക. നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും